നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ 21 മില്യൺ അമേരിക്കൻ ഡോളർ ബൈഡൻ ഭരണകൂടം ചെലവഴിച്ചത് ഇന്ത്യയിലെ മറ്റാരോ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി ശ്രമം നടത്താനാണെന്ന ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടെന്നും മയാമിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിൻ്റെ പരാമർശത്തിന് പിന്നാലെ കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ US പ്രസിഡന്റ് നടത്തുന്ന പരാമർശങ്ങൾ അസംബന്ധങ്ങൾ നിറഞ്ഞതായി മാറിയിട്ടുണ്ടെന്ന വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം അമേരിക്കൻ സാമ്പത്തിക സഹായം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. UGCയുടെ കരട് ഭേദഗതി നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് BJP ഇതര സംസ്ഥാനങ്ങളുമായി കൈകോർത്ത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കേരളം. യജമാനന്മാർക്ക് വേണ്ടി ഗവർണർമാർ കേരളത്തിലടക്കം രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണെന്ന് സംസ്ഥാനം സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വിമർശിച്ചു. വിഷയത്തിൽ ഗവർണർക്കുള്ള വിയോജിപ്പിനെ തുടർന്ന് മലയാള സർവകലാശാല VC ഒഴികെ ബാക്കി VCമാർ കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നു. ഔചിത്യബോധമുണ്ടെങ്കിൽ VCമാർ പങ്കെടുക്കണമായിരുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വിമർശിച്ചു. ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വിദേശ രാജ്യ പ്രതിനിധികൾ, വ്യവസായ ലോകത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും. സംസ്ഥാനത്ത് വ്യവസായങ്ങൾ തുടങ്ങാൻ തദ്ദേശ നിയമങ്ങളിൽ ഇളവ് കൊണ്ടുവരാൻ സർക്കാർ. കാറ്റഗറി 1-ലെ 2 വിഭാഗത്തിൽപ്പെടുന്ന സംരംഭങ്ങൾ തുടങ്ങാൻ പഞ്ചായത്തുകളുടെ അനുമതി ആവശ്യമില്ല എന്നതാണ് പ്രധാന തീരുമാനം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണത്തിനു വേണ്ടിയാണ് ഭേദഗതിയെന്ന് പ്രതിപക്ഷവും പഞ്ചായത്തും ആരോപിച്ചു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടി ചട്ടം ഭേദഗതി ചെയ്തുവെന്ന ആരോപണത്തിൽ ചട്ടഭേദഗതി ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയല്ലെന്നും വ്യവസായങ്ങൾക്കായി ചട്ടം ലഘുവാക്കണമെന്ന് സർക്കാരിൻ്റെ പൊതുനിലപാടിൻ്റെ ഭാഗമാണെന്നും വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. സണ്ണി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്ന് നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായി ചട്ടത്തിൽ ഇളവ് വരുത്തിയ തദ്ദേശ വകുപ്പിനോട് വ്യവസായ വകുപ്പ് നന്ദി പറയുകയാണെന്നും മന്ത്രി പറഞ്ഞു. ബ്രൂവറി പോലുള്ള കാര്യങ്ങൾ മാധ്യമ ചർച്ചയാക്കാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. നിലപാട് CPI വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാക്കാൻ എന്തെങ്കിലും പറയാനാകില്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. സംസ്ഥാനത്ത് 1 ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച മുതൽ 1600 രൂപ വീതം ലഭിക്കും. ഇനി 3 മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുള്ളത്. അത് അടുത്ത സാമ്പത്തിക വർഷം കൊടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയ സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സർക്കാർ വകുപ്പുകൾ വിവിധ പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ സമൂഹം ഉത്തരവാദിത്തം കാട്ടണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഉത്തരവാദിത്ത ബോധമില്ലാതെ മാലിന്യം വലിച്ചെറിയുന്ന സമീപനത്തിനും മനോഭാവത്തിനും മാറ്റം ഉണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടിയാൽ പിഴയും ശിക്ഷയും ഉൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശിയും GST അഡീഷണൽ കമ്മീഷണറുമായ മനീഷ് വിജയിയെയും സഹോദരിയെയും അമ്മയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. 3 മുറികളിലായിട്ടായിരുന്നു 3 മൃതദേഹങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവധിയിലായിരുന്ന മനീഷ് അവധി അവസാനിച്ചിട്ടും ഓഫീസിലെത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ദുർഗന്ധം വമിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. മനീഷിൻ്റെ മൃതദേഹം വീടിൻ്റെ മുൻഭാഗത്തെ മുറിയിലും സഹോദരി ശാലിനിയുടെ മൃതദേഹം പിൻഭാഗത്തെ മുറിയിലുമാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം സാന്നിധ്യത്തിൽ വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അമ്മയുടെ മൃതദേഹം കട്ടിലിൽ കണ്ടെത്തിയത്. സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കോൺഗ്രസിലെ തമ്മിലടി തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന ഹർത്താലിന് ലത്തീൻ സഭയുടെ ഐക്യദാർഢ്യം. ഈ മാസം 27-ന് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപകമായുള്ള തീരദേശ ഹർത്താലിൽ ലത്തീൻ സഭയും പങ്കുചേരും. കേന്ദ്രത്തിൻ്റേത് ഏകപക്ഷീയമായ തീരുമാനമാണെന്നും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ച് നിന്ന് ഇതിനെതിരെ പോരാടണമെന്നും മെത്രോപൊളിത്ത ആഹ്വാനം ചെയ്തു. പാതിവില തട്ടിപ്പ് കേസിൽ
പ്രതികൾ വാഗ്ദാനങ്ങളുമായി തന്നെയും സമീപിച്ചിരുന്നുവെന്നും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്നും വടകര ലോക്സഭാംഗമായ ഷാഫി പറമ്പിൽ. വിശ്വാസത്തിൻ്റെ പേരിൽ നല്ലത് പ്രതീക്ഷിച്ച് ഇടപെടുന്ന പല കാര്യങ്ങളും പലപ്പോഴും ദോഷം ചെയ്യാറുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധിയും തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് വിശ്വസിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കട്ടിപ്പാറയിൽ അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിടുകയായിരുന്നു. അടുത്ത മാസം 26-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കാനാണ് തീരുമാനം. ആശാ വർക്കർമാർ നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിനെതിരായ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിലേക്ക് മാറ്റി. പൊതുഗതാഗതവും കാൽനട സഞ്ചാരവും തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധം കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശി സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വന്നത്. ആശാ വർക്കർമാരുടെ സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ എതിർകക്ഷിയാക്കിയായിരുന്നു ഹൈക്കോടതിയിലെ ഹർജി. 12ാം ദിവസത്തിലേക്ക് കടന്ന സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആശാ വർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമമായി പ്രതിഷേധിച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തിയുള്ള മഹാസംഗമം ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു. വേതന കുടിശ്ശിക മാത്രമല്ല മറ്റ് ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കുകയുള്ളൂവെന്നാണ് ഇന്നലെ ആശാ വർക്കർമാരുടെ നിലപാട്. SFI സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ SFIക്ക് തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഉപദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിങ്ങൾ ഇപ്പോൾ തുടർന്നു പോകുന്ന രീതിയിൽ സംശുദ്ധമായ രീതികൾ തുടരുകയെന്നും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്നും തെറ്റിനെതിരെ നല്ല തോതിൽ പടപൊരുതുന്ന നല്ല നിലപാട് സ്വീകരിക്കണമെന്നും അങ്ങനെ SFIയുടെ പ്രത്യേകത കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ CPI ആസ്ഥാനത്ത് പോയി അവരെ പിണറായി അപമാനിച്ചുവെന്നും സാധാരണ AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസിൻ്റെ യാത്രാ ഭത്ത ഉയർത്താൻ നിർദ്ദേശം. പ്രതിവർഷ തുക 5 ലക്ഷത്തിൽ നിന്നും 11.31 ലക്ഷമാക്കി ഉയർത്താൻ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകി. നേരത്തെ KV തോമസിന് യാത്രാ ഭത്തയായി പ്രതിവർഷം 5 ലക്ഷം രൂപയായിരുന്നു തുക അനുവദിച്ചിരുന്നത്. എന്നാൽ യാത്രാ ആവശ്യങ്ങൾക്ക് ചെലവാക്കുന്ന തുക 6.31 ലക്ഷമാണെന്നും അതുകൊണ്ട് യാത്രാ ഭത്ത കൂട്ടണമെന്നുമായിരുന്നു ആവശ്യം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനകൾക്കായി ജലവിഭവത്തിൻ്റെ വകുപ്പിനുള്ള 10 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സ്പീഡ് ബോട്ട് തേക്കടിയിലെത്തി. ബോട്ട് വെള്ളിയാഴ്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.